ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനലിന് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ചില സംശയങ്ങൾ. ഞാൻ കുറേ കാലമായി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ എല്ലാം ചെയ്യുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇതുവരെ നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. എനിക്ക് അതിന്മേലുള്ള വിശ്വാസങ്ങളെല്ലാം പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ മതിയായി. നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, സംശയങ്ങൾക്കുള്ള ഉത്തരം, അതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ മിസ് ചെയ്യാതെ കാണുക. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പോയിന്റുകളും. നമുക്കെല്ലാവർക്കും സമ്പത്ത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല. വീട്, ആരോഗ്യം, സമാധാനം, നല്ല ബന്ധങ്ങൾ, ഇതെല്ലാം സമ്പത്താണ്. പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നത് നമ്മുടെ ആഗ്രഹം മാത്രമല്ല, അത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു സേഫ്റ്റിയാണ്, നമുക്കൊരു ധൈര്യമാണ്. പണം മാത്രമല്ല, ഇതിനു മുൻപ് പറഞ്ഞതുപോലെ നല്ല ജോലിയായാലും ആരോഗ്യമായാലും എല്ലാം. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മളിൽ വിശ്വാസക്കുറവും സംശയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നു, ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് സംസാരിക്കുന്നുവോ, എന്ത് കാണുന്നുവോ അത് സത്യമാണെന്ന് ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്നില്ല. നമ്മൾ എന്താണോ ചിന്തിച്ചത്, നമ്മൾ എന്താണോ പ്രവർത്തിച്ചത്, നമ്മൾ എന്താണോ സംസാരിച്ചത് അത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ നെഗറ്റീവ് ചിന്തകളും സംശയങ്ങളും വിശ്വാസക്കുറവും കൊടുക്കുമ്പോൾ അത് അതേപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി വളരെ പവർഫുള്ളാണ്. നമ്മൾ എന്തു പറയുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ അത് അവിടെ നടക്കുന്നു. യു ബിക്കം വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി മാറുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയ റാൾഫ് വാൾഡോ എമർസന്റെ കോട്ടാണിത്. ഒരിക്കൽ നിങ്ങൾ ഈ ഉപബോധ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാ പ്രകാരത്തിലും സമ്പത്തിന്റെ പാതയുടെ വഴി നമുക്ക് തെളിഞ്ഞതുപോലെയാണ്. സമ്പത്തിന്റെ ആശയം, അഫർമേഷൻസ്, നല്ല നല്ല പോസിറ്റീവ് ആശയങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അയക്കുമ്പോൾ, നല്ല രീതിയിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മളിൽ വന്നു ചേരും. ഒരു പ്രാവശ്യമല്ല, രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ പറയണം. എത്രത്തോളമാണ് നമ്മുടെ ആഗ്രഹം എന്ന് സബ് കോൺഷ്യസ് മൈൻഡിന് ബോധ്യമാകണം. ചിലപ്പോൾ ചിലരിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നേക്കാം, എന്തുകൊണ്ടാണ് പൈസ ഉള്ളവർക്ക് മാത്രം വീണ്ടും വീണ്ടും പണം വന്നു ചേരുന്നത് എന്ന്. കാരണം അവരുടെ മൈൻഡ് സെറ്റാണ്. കാരണം അവർ പുരോഗതിയെക്കുറിച്ചും മെച്ചപ്പെട്ട അവസ്ഥയെക്കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. അപ്പൊ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡും അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ജോസഫ് മർഫിയുടെ വാക്കുകളാണിത്. നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടായിരിക്കണം. എല്ലാ വിധത്തിലും നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത് നമുക്ക് സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലരെല്ലാം എന്നോട് പറയാറുണ്ട്, ഞാൻ കറക്റ്റായി തന്നെയാണ് സെൻറ്റൻസുകൾ പറയുന്നത്, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ ആരോഗ്യവാനാണ്, എന്നിൽ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഞാൻ സമ്പന്നനാണ് എന്നെല്ലാം പറയാറുണ്ട്, പക്ഷേ വർക്കാവുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്, ഞാൻ സമ്പന്നനാണ്, എന്നിൽ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ ശരിക്കും നുണയല്ലേ പറയുന്നത്, ഞാൻ പറയുന്നത് സത്യമല്ലല്ലോ, ശരിക്കും ഞാൻ ഇപ്പോൾ സമ്പന്നനല്ലല്ലോ, ശരിക്കും ഞാനിപ്പോൾ ആരോഗ്യവാനല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ. ഇതെല്ലാം ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഞാൻ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അതല്ല. ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ലോ ഓഫ് അട്രാക്ഷനെ ബാധിക്കും. എനിക്ക് പൈസ ഉണ്ടാകണം, എൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഫ്യൂച്ചറിൽ നമ്മൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ
ആഗ്രഹങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത? അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല, പക്ഷെ ഫ്യൂച്ചറിൽ എൻ്റെ അടുത്ത് പൈസ വന്ന് ചേരണം, എന്നിൽ ധനം വന്ന് ചേരണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് ഇല്ലായ്മ, കുറവുകൾ, പൈസ ഇല്ല എന്നുള്ള കുറവാണല്ലോ. ആ ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിക്കും. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് നമ്മളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്, എന്തൊക്കെ ചിന്തകളാണ് നമുക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം വർക്കാകുമോ? മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻസ് ചെയ്യുന്നു, എൻ്റെ കഷ്ടകാലം മാറുമോ? എനിക്ക് നല്ലൊരു സമയം വരുമോ? എൻ്റെ കടങ്ങളെല്ലാം വീടുമോ? എനിക്ക് വീട് വെക്കാൻ സാധിക്കുമോ? എൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ലൊരു ജീവിതത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, എനിക്ക് ഇതെല്ലാം വർക്കാകുമോ എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ അഫർമേഷൻ ചെയ്യുന്ന സമയത്ത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ചിന്തകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസും ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്കാവില്ല. സോ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ ഇതെല്ലാം പോസിറ്റീവായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർണ്ണമായി നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ വിശ്വസിക്കണം. നമ്മൾ മണ്ണിൽ ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും പോയി കുഴിച്ചെടുത്ത് വേര് വന്നോ എന്ന് നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല, നോക്കാറില്ല. മറിച്ച് നമ്മൾ അത് വളരുന്നതിന്, വേരുണ്ടാകുന്നതിന് അനുവദിക്കുകയാണ് ചെയ്യുക, അല്ലേ? അതുപോലെ തന്നെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ എന്താണ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ നടന്നതുപോലെ ആ ഒരു ഫീല് കൊണ്ടുവന്ന്, നമ്മുടെ വീഡിയോസിൽ എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു ഫീല് കൊണ്ടുവന്ന്, അതായത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കും, ആ ഒരു സന്തോഷം കൊണ്ടുവന്ന് നമ്മൾ നന്ദി പറയുകയോ അല്ലെങ്കിൽ ആ ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ സംസാരത്തിലും ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവും. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാത്തതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭയം. ഇന്ന കാര്യങ്ങൾ നടക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ നടക്കും? ഇതെല്ലാം നടക്കുമോ? എൻ്റെ ബാധ്യതകൾ വീടുമോ? എൻ്റെ കടം വീടുമോ? എന്നിൽ പണം വന്നു ചേരുമോ? എന്നിൽ പണം വന്നു ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ നിന്നാണ് ഇതൊക്കെ വന്നു ചേരുക? ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുമോ? വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ കടങ്ങളെല്ലാം ഞാൻ വീട്ടുക? എത്ര കാലം ഞാൻ ഈ വാടക വീട്ടിൽ കഴിയും? എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്താവും? ഇങ്ങനെയുള്ള ഭയങ്ങളെല്ലാം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ ബാധിക്കും. ഭയം വരുമ്പോൾ അവിടെ സംശയം വരും. സംശയവും വിശ്വാസക്കുറവും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ ബാധിക്കും. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അത് യൂണിവേഴ്സിന്, പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാം. നിങ്ങൾക്ക് എത്തേണ്ട സമയത്ത് അത് കറക്റ്റായി ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങളിൽ അത് എത്തിക്കും. ഇനി നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ സമ്പന്നനല്ലല്ലോ, ഞാൻ പറയുന്നത് സത്യമല്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന അഫർമേഷൻസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഓരോ ദിവസവും സമ്പന്നതയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പണം ദിവസം തോറും എന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുവാൻ ഈ പ്രപഞ്ചം എനിക്കായി ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുവാൻ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വീടാണ് ആവശ്യമെങ്കിൽ എൻ്റെ വീടെന്ന ആഗ്രഹം നടത്തി തരുവാൻ ഈ പ്രപഞ്ചം എനിക്കായി ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എഴുതാം. അതുപോലെ തന്നെ ഒരു ജോലിയാണ് ആഗ്രഹമെങ്കിൽ വീടിന് പകരം അവിടെ ജോലി എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ അഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ പറയുന്നതിൽ സത്യമില്ല എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞാൽ മതിയാകും. അതായത് ഞാൻ ധനികനാണ്, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വീട് എനിക്ക് ലഭിച്ചു എന്നുള്ള സാധാരണ അഫർമേഷൻസ്
പ്രാക്ടീസ് ചെയ്യാം. അതായത് സംശയമുള്ളവർക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞ അഫർമേഷൻസ്. ഇനി സംശയമൊന്നുമില്ല എന്നുള്ളവർക്ക് ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, എൻ്റെ വീടെന്ന സ്വപ്നം ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു, ഈ പ്രപഞ്ചം അതെനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു, താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാരണ പോലെ അഫർമേഷൻസ് എഴുതാം. എല്ലാ ദിവസവും രാവിലെയും ഉറങ്ങുന്നതിന് മുൻപും ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. വിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ സംശയവും ഭയവും മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷനെ ബാധിക്കുക. അതായത് മറ്റു നെഗറ്റീവ് ചിന്തകളും, ഉദാഹരണത്തിന് അസൂയ, ദേഷ്യം എല്ലാം ലോ ഓഫ് അട്രാക്ഷനെ ബാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി, നമ്മൾക്ക് കിട്ടേണ്ടതാണ്, നമ്മൾ ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു, പക്ഷെ അവർക്ക് കിട്ടി. ആ സമയത്ത് നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ നമ്മളിൽ ഒരു സങ്കടം വന്നേക്കാം. ഉടൻ തന്നെ നമ്മുടെ മനസ്സിനോട് അപ്പോൾ തന്നെ നമ്മളൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അത് അദ്ദേഹത്തിന് ഇപ്പോൾ അർഹതപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം നന്നായിരിക്കട്ടെ, നമുക്കും സമയമാകുമ്പോൾ കിട്ടും, ഉറപ്പായും കിട്ടും, ഈ പ്രപഞ്ചം അത് നമുക്ക് നേടിത്തരുമെന്ന് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ സമയത്ത് കൊടുക്കണം. ഇങ്ങനെ ഏതൊരു കാര്യം നിങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കുന്ന സമയത്ത് അതിനപ്പം തന്നെ പോസിറ്റീവാക്കി മാറ്റുക. നമുക്കിനി പ്രധാനപ്പെട്ട ചില അഫർമേഷൻസ് കൂടി നമുക്ക് നോക്കാം. ധനം ധാരാളമായി എന്നിലേക്ക് ഒഴുകുന്നു, താങ്ക് യു യൂണിവേഴ്സ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായി അനുഗ്രഹം സിദ്ധിച്ചവനാണ് ഞാൻ, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. എനിക്ക് ആവശ്യമുള്ള സമയത്ത് പണം എന്നിൽ വന്നു ചേരുന്നു, താങ്ക് യു യൂണിവേഴ്സ് എഴുതാം. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കോൺസ്റ്റന്റ് ആയി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാം. ഡിയർ ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ഇനി ഭയപ്പെടണ്ട, ഇനി നിങ്ങളിൽ സംശയം വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ, ഞാൻ മറുപടി പറയാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം നൽകാം. ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസത്തോടുകൂടി നടക്കും എന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നതായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കും. അവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആവട്ടെ, ഈ ഒരു പ്രാക്ടീസ് അവർക്കും കൂടി ഉപകാരപ്രദമാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.